നമസ്കാരം, നിസാമാണ് ആൻഡ് വെൽക്കം ടു സാലം ടീച്ചിങ് എക്സാംസ്. മകളെ, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള കാറ്റഗറി 1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഒഴികെയുള്ള ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ തന്നെ അടുത്ത കാറ്റഗറി എക്സാമിനും എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. സോ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ 128ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ നോക്കണേ നിങ്ങള്. ഐ എൻജോയ് ബോത്ത് റീഡിങ് ആൻഡ് ഡ്രോയിങ്. ദേ ആർ മൈ ഫേവറേറ്റ് ടാസ്ക്, ഹാബിറ്റ്, ഹോബീസ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പൊ രണ്ട് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്, റീഡിങ് ആൻഡ് ഡ്രോയിങ്. അതെന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ എന്താ വിളിക്കുക, ടാസ്ക് എന്നാണോ, ഹാബിറ്റ്സ് എന്നാണോ, ഹോബീസ് എന്നാണോ, ഡ്യൂട്ടീസ് ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം, നമ്മൾ എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഹോബീസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു എക്സ്പാൻഡ്? സോ ആന്റണിം സിനോണിം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചാണ്. അപ്പം കൃത്യമായിട്ട് ആന്റണിം സിനോണിം, നമുക്ക് ഒരുപാട് വലിയ വാക്കുകളൊന്നുമല്ല, ചെറിയ ചെറിയ വാക്കുകളാണ് കേട്ടിട്ട് പരീക്ഷകൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഇതിനു മുന്നേ നടന്നിട്ടുള്ള പരീക്ഷകളിൽ അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരുന്നു. ഇവിടെ എക്സ്പാൻഡ് ആണ്. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, ടു ഗ്രോ, വലുതാവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പോസിറ്റ് ആ ചോദിച്ചത്. അപ്പൊ ഇൻക്രീസ് കൊടുക്കാൻ പറ്റില്ല. എൻലാർജ് എന്ന് പറഞ്ഞാൽ ലാർജ് ആവുക, അത് കൊടുക്കാൻ പറ്റില്ല. എക്സ്റ്റെൻഡ് പറഞ്ഞാലും ലാർജ് ആവുകയാണ്. കോൺട്രാക്ട് ആണ്, കോണ്ടാക്ട് അല്ല, കോൺട്രാക്ട്. ഷ്രിങ്ക് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാം കേട്ടോ. ഷ്രിങ്ക്, കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഷ്രിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്മോളർ ആവുക. സിംപ്ലി നമുക്ക് ഷ്രിങ്ക് എന്ന് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ആന്റണിം സിനോണിം ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഇനി അടുത്ത ചോദ്യമാണ്, വിച്ച് വേർഡ് മീൻസ് എ സെയിം ആസ് വെരി ലാർജ്? നേരത്തെ എക്സ്പാൻഡിന്റെ ഓപ്പോസിറ്റ് ആ ചോദിച്ചത്, ഇവിടെ നമ്മളോട് എന്താണ്, സിനോണിം ആണ്, സിമിലർ മീനിങ് ആ ചോദിച്ചത്. വെരി ലാർജ്, വലിയത്. ടൈനി എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, അതായത് ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതൊരു ഓപ്പോസിറ്റ് ആണ്. ബ്യൂട്ടിഫുൾ അതുമായി ബന്ധപ്പെടാത്ത ഒരു സാധനമാണ്. നോർമൽ എന്ന് പറഞ്ഞാലും അതുമായി ബന്ധപ്പെടാത്ത സാധനമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഹ്യൂജ് ആണ് നമ്മുടെ ആൻസർ. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വെരി ലാർജ്. അപ്പൊ അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ടൈനി എന്നുള്ളത്. സോ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം, ഹ്യൂജിന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നുള്ള ചോദിക്കാം. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടെ. ഇനി അടുത്ത ചോദ്യം, ദ ടീച്ചർ ആസ്ക്സ് ഹർ സ്റ്റുഡൻസ് ടു ഡാഷ് ദർ അസൈൻമെന്റ്സ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. അപ്പൊ ടീച്ചർ എന്ത് പറഞ്ഞു, വീക്കിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഇത് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ വേർബിന്റെ ഏത് ഫോം ആണ് വരിക എന്നുള്ളതാണ്. സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. സബ്മിറ്റിംഗ്, സബ്മിറ്റഡ്, സബ്മിറ്റ്. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. ഈ ടു എന്ന് പറയുന്ന സാധനം കണ്ടോ, ടു എന്ന് പറയുന്നത് ഇവിടെ പ്രൊപ്പോസിഷൻ അല്ല. ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ വേർബിന്റെ കൂടെ ഇങ്ങനെ വരുന്ന ഒരു സാധനമാണ് ടു ഇൻഫിനിറ്റീവ്. ഈ ടു ഇൻഫിനിറ്റീവിന്റെ രൂപം അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കണ്ട, ടുവിന് ശേഷം ഇതാ വരിക എന്ന് മനസ്സിലാവും. ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടുവിന് ശേഷം നമ്മള് വേർബിന്റെ ബേസ് രൂപമാണ് ചേർക്കുന്നത്. വേർബിന്റെ ബേസ് രൂപം എന്ന് പറഞ്ഞാൽ വേർബിന്റെ ഒന്നാമത്തെ രൂപം, ഒരു ഇൻഫ്ലക്ഷനും ഒന്നും ഇല്ലാത്ത രൂപമാണ് ചേർക്കുന്നത്. അപ്പൊ സബ്മിറ്റ്സിന് ഇവിടെ ഒരു എസ് ഉണ്ട്, അത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു സാധനം ആഡ് ചെയ്ത് ഇവിടെ ഇ ചേർത്തു, അതും പറ്റൂല. ഇവിടെ ING ചേർത്ത്, അതും പറ്റൂല. ഒന്നും, ഒരു സാധനവും അതിന്റെ കൂടെ ചേർത്തിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ ചേർക്കുന്നത്. നോക്ക് നിങ്ങൾ, സബ്മിറ്റ്. So the teacher asks her students to submit their assignments. So ഓർത്തിരിക്കുക, ടുവിന് ശേഷം വരുന്നത് ബേസ് വേർബ് ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 10,000 saw I at a glance. ഒരു ബിറ്റ് പോയറ്റിക് ആയിട്ടുള്ള ഒരു ലൈനാണ്. 10,000 saw I എന്ന് പറഞ്ഞാൽ I saw 10,000 എന്നാണ് പറഞ്ഞത്. ഒരു ഒറ്റയടിക്ക് ഞാൻ എന്തായാലും 10,000 സാധനങ്ങൾ അറ്റ് ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ കണ്ടു എന്നാ പറയുന്നത്. സംഗതി ഒറ്റ നോട്ടത്തിൽ ഇത്രയും സാധനങ്ങൾ കാണാൻ പറ്റുമോ? ഇല്ലല്ലേ. നമ്മൾ പറയാറുണ്ടല്ലോ, ഞങ്ങള് ഒരുപാട് തവണ, ഞാൻ 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. 1000 തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 തവണ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, കുറച്ചധികം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ഒരുപാടാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സാജറേറ്റ് ചെയ്ത് പറയാം അല്ലെ. അതാണ് ഇവിടെ കണ്ടത്. ചിലപ്പോൾ കുറച്ചധികം ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, അതിനെ എക്സാജറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ് 10,000 saw I at a glance എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, എക്സാജറേഷൻ ആണ്. ഈ എക്സാജറേഷനെ നമ്മൾ എന്താ വിളിക്കുക, ഹൈപ്പർബലി എന്നാണോ,
സിമിലി എന്നാണോ, ആലിറ്ററേഷൻ എന്നാണോ, മെറ്റഫർ എന്നാണോ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബലി. ഹൈപ്പർബലി എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ ആണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന് ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഐ ആം സ്റ്റാർവിങ്, എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്, എനിക്കൊരു കുതിരയെ തിന്നാൻ പറ്റും. എനിക്കൊരു കുതിരയെ തിന്നാനുള്ള വിശപ്പുണ്ട്. കുതിരയൊക്കെ തിന്നോ? ഇല്ല. നല്ല വിശപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഐ ഹാവ് ടോൾഡ് യു 1000 times, ഐ ഹാവ്, ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ടോൾഡ് യു 1000 times, നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1000 തവണ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, വെറും എക്സാജറേഷന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെ. സോ അതിനാണ് നമ്മൾ ഹൈപ്പർബലി എന്ന് പറയുന്നത്. ദെൻ ഇതിൽ സിമിലി ഉണ്ട്, ആലിറ്ററേഷൻ ഉണ്ട്, മെറ്റഫർ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഇതും അടുത്ത പരീക്ഷയ്ക്ക് വരാം. സിമിലി ആൻഡ് മെറ്റഫർ. സിമിലിയുടെ സ്പെല്ലിംഗ് ആണ് ആദ്യം നിങ്ങൾ, സ്മൈൽ അല്ല കേട്ടോ, അത് വരുന്നത് സിമി, SIMILE, സിമിലി. സിമിലി എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ആണ്. ആക്ച്വലി കമ്പാരിസൺ, അതായത് രണ്ട് വസ്തുക്കളെ നമ്മൾ കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്നെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ആസ് ഓർ ആസ്. ഫോർ എക്സാമ്പിൾ പറയണ ഹീസ് ലൈക്ക് എ ലയൺ, അവനൊരു സിംഹത്തെ പോലെയാണ്. ഷീസ് ആസ് കൂൾ ആസ് എ ക്യൂക്കംബർ, ഒരു ക്യൂക്കംബറിനെ പോലെ കൂളാണ് എന്ന് പറയാൻ വേണ്ടിട്ട്. അപ്പൊ സിമിലി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലൈക്കോ ആസോ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. He is as cool as a cucumber. ഇതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനും കൂടെയാണ്, ആൻഡ് അതിലൊരു സിമിലി കൂടെയുണ്ട്. അപ്പൊ ഈസ് ആസ് കൂൾ ആസ് എ ക്യൂക്കംബർ, ക്യൂക്കംബറിനെ പോലെ കൂളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ മെറ്റഫറും ഇതേപോലെയുള്ള ഒരു പരിപാടി തന്നെയാണ്. മെറ്റഫറും കമ്പാരിസൺ തന്നെയാണ്. ബട്ട് ദ പ്രോബ്ലം ഈസ്, അല്ലെങ്കിൽ ദ ഡിഫറൻസ് ഈസ് ദാറ്റ് മെറ്റഫറിൽ നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഇവ രണ്ടും ഉപയോഗിക്കില്ല. ഇവ രണ്ടും ഉപയോഗിക്കാതെ നമ്മൾ കമ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. വേൾഡിനെ, ലോകത്തെ നമ്മൾ നാടകം കളിക്കുന്ന ഒരു സ്റ്റേജുമായിട്ട് കമ്പയർ ചെയ്യാണ് വിത്തൗട്ട് യൂസിങ് ലൈക്ക് അല്ലെങ്കിൽ ആസ്. ദ വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മതി. ബട്ട് നമ്മളിവിടെ എന്താ പറഞ്ഞത്? വേൾഡ് ഈസ് എ സ്റ്റേജ്. അപ്പൊ നമ്മളിവിടെ ലൈക്കോ ആസോ കൊടുക്കുന്നില്ല. ദ വേൾഡ് ഈസ് എ സ്റ്റേജ്, അതാണ് മെറ്റഫർ. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിക്കുക. സിമിലി ആൻഡ് മെറ്റഫർ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ 2-3 ഉദാഹരണം നിങ്ങളൊന്ന് ഗൂഗിളൊക്കെ ചെയ്തിട്ടൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇനിയുള്ളതാണ് ആലിറ്ററേഷൻ. ആലിറ്ററേഷൻ പറയുന്നതിന് മുന്നേ ഞാനൊരു ഉദാഹരണം ഇവിടെ എഴുതാം. പീറ്റർ picked a peck of pickled peppers. Peter picked a peck of pickled peppers. അവിടെ അല്ലെ, ഇവിടെ ഒക്കെ നിങ്ങൾ അടുത്തടുത്ത് വരുന്ന അഡ്ജൈസന്റ് വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം സെയിം ആണ് അല്ലെ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ആലിറ്ററേഷൻ, അതായത് കോൺസണന്റ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്യുക. കോൺസണന്റ് സൗണ്ടുകള്, സൗണ്ട് ഓർ ലെറ്റർ കേട്ടോ, സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആലിറ്ററേഷൻ എന്ന് വിളിക്കുന്നത്. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ പീറ്റർ പിക്ഡ് പെക്ക് ഓഫ് പിക്കിൾഡ്, അവിടെ പ് സാധനം വരുന്നുണ്ട്, കോൺസണന്റ് സൗണ്ട് ആണ്. ദാറ്റ്സ് വൈ അതിനെ നമ്മൾ ആലിറ്ററേഷൻ പറഞ്ഞു. അപ്പൊ സിമിലി എന്താന്ന് പറഞ്ഞു, മെറ്റഫർ പറഞ്ഞു, ആലിറ്ററേഷൻ, ഹൈപ്പർബലി നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ, എക്സാജറേഷൻ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. He hardly comes to office these days. Did he, does he, doesn't he, don't he? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കീവേഡ് എന്ന് പറയുന്നത് ഈ ഹാർഡ്ലി എന്നുള്ളതാണ്. ഹാർഡ്ലി, ഹാർഡ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ കാണാം. നിങ്ങൾ റയർലി എന്നുള്ളത് നിങ്ങൾ കാണാം, സെൽഡം എന്ന് നിങ്ങൾ കാണാം, സ്കേഴ്സ്ലി എന്ന് നിങ്ങൾ കാണാം. ഈ വാക്കുകളാണ് ചോദിക്കാറ് സാധാരണ. ഈ വാക്കുകളുടെ ഇവയെല്ലാം അഡ്വേർബുകളാണ്. ഇവയുടെ മീനിങ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇവയുടെ മീനിങ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതായത് ഹി ഹാർഡ്ലി കംസ് ടു ഓഫീസ് ദീസ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അവൻ വരാറില്ല എന്നാ എന്റെ അർത്ഥം വരുന്നത്. അവൻ വരാറില്ല എന്നാണ്. ഹാർഡ്ലി കം എന്ന് പറയുമ്പോ എന്താണ്? വരൂല, വരാറില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ സാധനങ്ങൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആകും. അപ്പൊ നമുക്കറിയുന്ന ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക് റൂൾ എന്താ?
ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് ടാഗും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് പോസിറ്റീവ് ടാഗും ആണ്. അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവ സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് ആക്കും, അപ്പോ നമ്മുടെ ടാഗ് വരേണ്ടത് പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഹി ഹാർഡ്ലി കംസ് എന്ന് പറയുന്നത് ഡസ് ഫോമിലാണുള്ളത് അല്ലെ. സബ്ജക്ട് ഹി ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡസ് ഹി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. എ പേഴ്സൺ ഹു നറേറ്റ്സ് ഓർ റൈറ്റ്സ് ദെയർ ഓൺ ലൈഫ് സ്റ്റോറി ഈസ് വർക്കിംഗ് ഓൺ എ ബയോഗ്രഫി, an autobiography, a short story, a legend. സ്വന്തം അല്ലെ, എനിക്ക് പറ്റിയ പോയത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കഥ തന്നെ എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ഓട്ടോബയോഗ്രഫി എന്നുള്ളതാ. സ്വന്തം ബയോഗ്രഫി. ഇനി നമ്മൾ മറ്റൊരാളുടെ കുറിച്ചിട്ട് നമ്മൾ എഴുതാണ്, വേറൊരാൾ മഹാനായിട്ടുള്ള ഒരാള്, ഫോർ എക്സാമ്പിൾ നമ്മുടെ നിസാം സാറെ കുറിച്ചിട്ട് നമ്മൾ എഴുതാണെങ്കിൽ അതിന് നമ്മൾ ബയോഗ്രഫി എന്നുണ്ടോ. സംബഡി എൽസ് കേട്ടോ, സമ്മൺ എൽസ്, വേറെ ആളുടെ സാധനമാണ് നമ്മൾ എഴുതുന്നത്. ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്കറിയാം. ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഇതിഹാസങ്ങൾ ഉണ്ടല്ലോ, മഹാഭാരത, രാമായണ, എപ്പിക്കുകളൊക്കെ നമ്മൾ വിളിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ലെജൻഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് സിംപ്ലി ഒന്ന് ഓർത്തിരിക്കും. ഇനി അടുത്ത ചോദ്യം, ദ ഷെഫ് വാസ് പ്രിപ്പയറിംഗ് എ ഡിലിഷ്യസ് മീൽ. എന്നിട്ട് നമ്മളോട് പറയാണ് എ ഡിലിഷ്യസ് മീൽ എന്ന് പറഞ്ഞു തരാണ്. അപ്പൊ ഇതേ ഒരു സംഗതിയെ നമ്മൾ എന്ത് ചെയ്യണം? എ ഡിലിഷ്യസ് മീൽ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് എഴുതണം. അതായത് ഷെഫ് എന്ന് പറയുന്നത് ഇതിലെ സബ്ജക്റ്റ് ആണ്, ഡിലിഷ്യസ് മീൽ എന്ന് പറയുന്നത് അതിലെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ചോദിക്കുന്നത്? ഇവിടെ നമ്മളോട് ഇതിന്റെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറയുന്നത്, വേറൊന്നുമല്ല. ഇവിടെ നമ്മളോട് പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. അപ്പൊ ഡിലിഷ്യസ് മീൽ എന്നുള്ളതിനെ എന്താക്കി മാറ്റും? ഇവിടെയുള്ളത് എന്താണ്? വാസ് പ്രിപ്പയറിംഗ്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാം. അതായത് നിങ്ങൾ ഓർത്തിരിക്കാം, എങ്ങനെയാണ് നമ്മൾ ഈ ടെൻസ് നോക്കാം നമുക്ക്. ദ ഷെഫ്, അപ്പൊ നമ്മുടെ ഷെഫിന് നമ്മൾ എക്സ് കൊടുക്കാം. ദെൻ വാസ് പ്രിപ്പയറിംഗ് വൈ എന്ന് കൊടുക്കാം കേട്ടോ. സിമ്പിൾ, മടി കാരണമാണ് കേട്ടോ. യെസ്, അത് എഴുതണ്ടല്ലോ, ഡിലീഷ്യസ് മീൽ എന്നൊക്കെ എഴുതണ്ടല്ലോ. അപ്പൊ എക്സ് വാസ് പ്രിപ്പയറിംഗ് വൈ, എക്സ് വൈനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വൈയിൽ സ്റ്റാർട്ട് ചെയ്യണം. കാരണം അത് പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ല. അപ്പൊ വൈ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ടെൻസ് നമ്മൾ നോക്കണം. വാസ് പ്രിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ പാസ്റ്റ് ആക്കി മാറ്റാം. വൈ എന്നുള്ളത് ഡിലിഷ്യസ് മീൽ ആയതുകൊണ്ട് അത് സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആകുമ്പോൾ അത് പാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? വാസ് കൊടുക്കുന്നു. പാസ്റ്റ് ആക്കി മാറ്റി. പാസ്റ്റ് മാത്രമാണോ? അല്ല, പാസ്റ്റ് കണ്ടിന്യൂസ് ആ. കണ്ടിന്യൂസിന് നമ്മൾ എന്താ ചെയ്യാറ്? ഓക്സിലറിക്ക് ശേഷം വേർബിന്റെ ING കൊടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ ING കൊടുക്കണം. ING എന്ന് പറഞ്ഞിട്ട് മാത്രം എഴുതാൻ പറ്റൂ. ഇവിടെ ING മാത്രം എഴുതാൻ പറ്റൂല. അപ്പൊ INGക്ക് ഒരു രൂപം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ബീയിങ് എന്ന് കൊടുക്കും. വൈ വാസ് ബീയിങ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്തൊക്കെ ചെയ്ത്? വൈയിൽ സ്റ്റാർട്ട് ചെയ്തു, ഒബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പാസ്റ്റ് ആയതുകൊണ്ട് ഒബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വാസ് എടുത്തു. പ്ലൂരൽ ആണെങ്കിലോ വേർ എടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് INGനെ എടുത്തുകൊണ്ടിരാണ്, ബീയിങ് എന്നാക്കി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി ഇവിടെ ഉള്ളത് പ്രിപ്പയർ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ING നമ്മൾ ഓൾറെഡി എടുത്തു. പ്രിപ്പയറിന് എങ്ങനെയാ നമ്മൾ കൊടുക്കുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഏതൊരു പാസീവ് വോയിസ് സ്ട്രക്ചർ ആയിക്കോട്ടെ, അത് ഏത് ടൈപ്പ് സെന്റൻസ് ആയിക്കോട്ടെ, ഏത് ടെൻസ് ആയിക്കോട്ടെ, ഏതൊരു പാസീവ് വോയിസിലും വേർബിന്റെ മൂന്നാമത്തെ രൂപം നിങ്ങൾ കൊടുക്കണം. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 നിങ്ങൾ കൊടുക്കണം. അതായത് ഇവിടെ കൊടുത്ത മെയിൻ വേർബിന്റെ മൂന്നാമത്തെ രൂപം. പ്രിപ്പയർ എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർഡ് എന്ന് കൊടുക്കും. എന്നിട്ട് ആരാ? ബൈ നമ്മുടെ എക്സ്. ഒന്നുകൂടെ പറയാണ്, ഒബ്ജക്റ്റിനെ എടുത്ത് എഴുതി, ഒബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് പാസ്റ്റ് വോസ് ആക്കി. പാസ്റ്റ് മാത്രമല്ല, കണ്ടിന്യൂസിന് ബീയിങ് എന്ന് കൊടുത്തു. ദെൻ അവിടെ കൊടുത്ത വേർബിന്റെ മൂന്നാമത്തെ രൂപം കൊടുത്ത് പരിപാടി കഴിക്കുന്നു. ഇനി നോക്കണേ നിങ്ങൾ, നമുക്കറിയാം ദ ഷെഫ്, എ ഡിലിഷ്യസ് മീൽ വാസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ ദ ഷെഫ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആക്റ്റീവ് പാസീവ് എന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ആഫ്റ്റർ ദ ലോങ് വാക്ക് ദേ റെസ്റ്റഡ് ഡാഷ് ദ ഷെയ്ഡ് ഓഫ് എ ലാർജ് ട്രീ. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തണല്.
തണലിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റെസ്റ്റ് ചെയ്തു. നമ്മളൊരു മരത്തിന്റെ തണലിൽ എന്ന് പറയുമ്പോ വി ആർ ലിറ്ററലി ഇൻസൈഡ് ദാറ്റ് ടണൽ, അല്ലെ? തണലിന്റെ അകത്താണ് നമ്മള്. തണലിന്റെ അകത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് വെയിലടിക്കും. അപ്പൊ തണലിന്റെ അകത്ത് കയറുക എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണ്. ഇൻസൈഡിന് നമ്മൾ എന്താ കൊടുക്കുക? ഇന്നല്ലേ കൊടുക്കുക. അതുകൊണ്ടാണ് ആഫ്റ്റർ ദ ലോങ് വോക്ക് ദേ റെസ്റ്റഡ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ലാർജ് ട്രീ എന്ന് കൊടുത്തിട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വൺ ഷുഡ് സിംപതൈസ്. വീണ്ടും ഒരു പ്രൊപ്പോസിഷന്റെ ചോദ്യമാണ്. ദ പുവർ. സിംപതി കാണിക്കണം. ആരോട്? പുവറിനോട്. അപ്പൊ സിംപതൈസ് എന്ന് പറയുന്ന വേർബ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കുന്ന ഒരു സാധനമാണ് സിംപതൈസ് വിത്ത് സംവൺ ഓർ സംതിങ്. വിത്ത്, ഇതാണ് അതിന്റെ കറക്റ്റ് കൊളൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പൊ സിംപതൈസിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് വിത്ത് ആണ്. അപ്പോ വൺ ഷുഡ് സിംപതൈസ് വിത്ത് ദ പുവർ എന്നുള്ളത് കേട്ടോ. അത് കൃത്യമായിട്ട്. ഇനി അടുത്തതാണ് പേഴ്സൺ ഹു സ്റ്റഡീസ് പാസ്റ്റ് ആർട്ടിഫാക്ട്സ് ആൻഡ് റിമെയിൻസ്. പഴയ സാധനങ്ങൾ, അതായത് കുഴിച്ചെടുക്കുക, സാധനങ്ങൾ കുഴിച്ചെടുത്തിട്ട് പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന സാധനം, അല്ലെ? അവരെ നമ്മൾ എന്താ വിളിക്കുക? അവരെ നമ്മൾ ആർക്കിയോളജിസ്റ്റ് എന്നാ വിളിക്കുക, അല്ലെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ബയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ഓർഗനൈസേഷൻസ്, അത് പ്ലാന്റ്സ് ആവാം, നമ്മുടെ മൃഗങ്ങളാവാം, അവരെ കൂടി പഠിക്കുന്നതാണ് ബയോളജിസ്റ്റ്. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാഷയെ കുറിച്ച് പഠിക്കുന്ന കേട്ടോ. ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്ന ആളാണ് ലിംഗ്വിസ്റ്റ്. ആസ്ട്രോണമറോ? ആസ്ട്രോണമർ എന്ന് പറഞ്ഞാൽ ആസ്ട്രോളജി, സോറി ആസ്ട്രോളജി മാറിട്ടോ. നമ്മുടെ ഭാവി ഭൂതം പറയുന്നതാണ് ആസ്ട്രോളജി. ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ സയന്റിഫിക് സ്റ്റഡി ഓഫ് പ്ലാനറ്റ്സ്, സ്പേസ്, സെലസ്റ്റിയൽ ബോഡീസ്, ഇതിനൊക്കെ പഠിക്കുന്ന സാധനം കേട്ടോ. അപ്പൊ നമ്മുടെ ആസ്ട്രോണമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കേട്ടോ. സെലസ്റ്റിയൽ ബോഡീസ്, സ്പേസ്, പ്ലാനറ്റ്സ്, ഇതിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളാണ് ആസ്ട്രോണമർ. സോ അത് ഓർത്തിരിക്കട്ടോ. ഇനി അടുത്ത ചോദ്യം 139ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സെന്റൻസ് എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ? ഒപ്പീനിയൻ ഏതാണ് പറയുന്നത്? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ ഈസ്റ്റില് റൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്റെ ഒപ്പീനിയൻ ആണോ? സൂര്യന് തോന്നുന്ന പോലെയാണോ സൂര്യൻ ഇതാക്കുക? അല്ല, അതൊരു ഫാക്റ്റ് ആണ്. അപ്പൊ കൊടുക്കാൻ പറ്റും. വാട്ടർ ഫ്രീസ് അറ്റ് 0 degrees Celsius. അതും ഒരു ഫാക്റ്റ് അല്ലേ? എന്റെ ഒപ്പീനിയൻ പറയുന്നല്ലോ. ഷീ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ സ്കൂൾ. അവള് സ്കൂളിലെ ബെസ്റ്റ് ടീച്ചറാ. അത് എന്റെ മാത്രം ഒപ്പീനിയനാ, അത് ഫാക്റ്റ് ഒന്നും ആവില്ല, വേറെ ആളും ചിലപ്പോ ഇതാവാം. അപ്പൊ അതാണ് ശരിക്കും നമ്മുടെ ഒപ്പീനിയൻ. അടുത്ത് നോക്കൂ നിങ്ങള്. ദർ ആർ 7 days in a week. അത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണോ? അല്ല, ഇറ്റ്സ് എ ഫാക്ട് അല്ലെ? അതും ഫാക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം കേട്ടോ. ഇങ്ങനെ കുറച്ചുകൂടെ നമ്മള് ഫങ്ഷണൽ ഇംഗ്ലീഷിൽ വരുന്ന കുറച്ച് സാധനങ്ങൾ ചോദ്യം വരാം. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. തന്നിരിക്കുന്നതിൽ ഏതാണ് റിക്വസ്റ്റ്, തന്നിരിക്കുന്നതിൽ ഏതാണ് കമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കി വെക്കണം കേട്ടോ. ഇനി അടുത്തത്, when Nainika decide to apply for the post at the 11th hour, she is applying for the post after careful consideration, following extensive preparation, at the last moment without any hesitation. അപ്പൊ അവള് സബ്മിറ്റ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് 11th hourലാ. 11th hour എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ പോസിബിൾ ആയിട്ടുള്ള മൊമെന്റിനാണ് നമ്മൾ 11th hour എന്ന് പറയുന്ന ഇഡിയം കൊടുക്കുന്നത്. ദ ലാസ്റ്റ് മൊമെന്റ്, അവസാന നിമിഷമാണ് അവള് അത് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് 11th hour എന്ന് കൊടുക്കുന്നത്. സോ അത് ഓർത്തിരിക്കും. അതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആയിരുന്നേ. ഷീ വെന്റ് ടു ദ സ്റ്റോർ ടു ബൈ ഡാഷ് എഗ് ആൻഡ് ബ്രെഡ്. സം ഉണ്ട്, എനി ഉണ്ട്, മച്ച് ഉണ്ട്, മെനി ഉണ്ട്. ഇവിടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തെ കാര്യം, ഈ എഗ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ് അല്ലെ? പ്ലൂരൽ ആണ്, കൗണ്ടബിൾ ആണ്. ദെൻ ബ്രെഡ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണ്, നമുക്ക് എണ്ണാൻ പറ്റാത്ത നൗൺ. ഫോർ എക്സാമ്പിൾ വെള്ളം നമുക്ക് എണ്ണാൻ പറ്റുമോ? നമ്മൾ വാട്ടേഴ്സ്, 1 water 2 water എന്ന് പറയുക, പഞ്ചസാര, ഷുഗർ. അപ്പൊ അങ്ങനെ അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്? നമുക്കൊരു ഭാഗത്ത് എക്സ് പ്ലൂരൽ കൗണ്ടബിൾ ഉണ്ട്, ബ്രെഡ് അൺകൗണ്ടബിൾ നൗൺ. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ വരും എന്നുള്ളതാണ്. സം ഇവിടെ പോസിബിൾ ആണ്. എനി കൊടുക്കാമായിരുന്നു. എനി എന്ന് പറയുന്ന സാധനം ഈ കൗണ്ടബിളിന്റെ കൂടെയും അൺകൗണ്ടബിളിന്റെ കൂടെയൊക്കെ വരും. സമ്മും കൗണ്ടബിളിന്റെ കൂടെ വരും. ആദ്യം അത് പറയാം നമുക്ക്. ഇതില് കൗണ്ടബിളിന്റെയും അൺകൗണ്ടബിളിന്റെയും കൂടെ ഒരുമിച്ച് വരുന്നത് 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സമ്മും അല്ലെങ്കിൽ എനി. ഈ 2 സാധനങ്ങളെ അൺകൗണ്ടബിൾ നൗണും കൗണ്ടബിൾ നൗണും.
മച്ച് എന്ന് പറയുന്നത് കൗണ്ടബിളിന്റെ അല്ല, അൺകൗണ്ടബിളിന്റെ കൂടെ മാത്രമേ വരുള്ളൂ. മെനി എന്ന് പറയുന്നത് കൗണ്ടബിളിന്റെ കൂടെ മാത്രമേ വരുള്ളൂ. അപ്പൊ ഈ രണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ എക്സും ഉണ്ട് ബ്രെഡും ഉണ്ട്, രണ്ടും കൂടെ ഉണ്ട്. ഇനിയുള്ളത് സം ഉണ്ട്, ഇനിയുണ്ട്. സം രണ്ടും ഒരുമിച്ച് വരും. പക്ഷെ രണ്ടും കൂടെ ഉപയോഗിക്കുന്ന സെന്റൻസിന്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. സം എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് സെന്റൻസിലാണ് യൂസ് ചെയ്യുക. സം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമറ്റീവ് സെന്റൻസുകളാണ് യൂസ് ചെയ്യുക. എനി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഡു യു ഹാവ് എനി എക്സ്? ഐ ഡോണ്ട് ഹാവ് എനി എക്സ്. കണ്ടോ നിങ്ങൾ? അപ്പൊ പോസിറ്റീവ് മാത്രം സമ്മ, നെഗറ്റീവും ക്വസ്റ്റ്യനിലും എനി യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റൂല? ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ത് വരണം? സം. അപ്പൊ കൃത്യമായിട്ട് കൊടുക്കുക ഏതാണ് അവിടെ കൊടുത്തിട്ടുള്ള നൗൺ. എക്സ് പ്ലൂറൽ കൗണ്ടബിൾ നൗൺസ്, ബ്രെഡ് അൺകൗണ്ടബിൾ നൗൺ. അപ്പൊ നമ്മൾ സം കൊടുക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഈ 42ാമത്തെ ചോദ്യം. The mountain peak was dash covered in snow, beautifully beautiful, beautiful. ഇതിൽ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നോക്കാം. ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് അഡ്വേർബ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി. കാരണം അവസാനം ly വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് അഡ്വേർബ് ആണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത് അഡ്ജക്റ്റീവ് ആ. എ ബ്യൂട്ടിഫുൾ ഗേൾ. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നൗൺ ആണ് അല്ലെ? ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. ബ്യൂട്ടിഫൈ എന്ന് പറഞ്ഞാൽ ഭംഗി കൊടുക്കുക, ഒരു സാധനത്തിന് ഭംഗിയാക്കുക അല്ലെ? അതിനെ നമ്മൾ വേർബ് എന്ന് പറയും. അപ്പൊ ഒന്നാമത്തത് അഡ്വേർബ്, രണ്ടാമത്തത് അഡ്ജക്റ്റീവ്, മൂന്നാമത്തത് നൗണ്, നാലാമത്തത് വേർബ് ആണ്. ഇനി നമ്മൾ എന്താണ് ഇവിടെ കൊടുക്കേണ്ടത് നോക്കാം. ദ മൗണ്ടൻ പീക്ക് വാസ് കവേർഡ് ഇൻ സ്നോ. സ്നോയിൽ അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൗണ്ടൻ പീക്കിന്റെ മുന്നിൽ എന്താണ്? കവേർഡ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. കവേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വേർബിന്റെ മൂന്നാമത്തെ രൂപമാണുള്ളത്. അവിടെ എന്താണ്? വേർബിന്റെ മൂന്നാമത്തെ രൂപമാണ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് കൊടുത്തത്. അപ്പൊ അത് വേർബ് തന്നെയാണ് അല്ലെ? യെസ്. വേർബിന്റെ മുന്നിൽ നമ്മൾ എന്ത് കൊടുക്കണം? അല്ലെങ്കിൽ ഈ വോസിന് മുന്നിൽ നമ്മൾ എന്ത് കൊടുക്കണം? അല്ലെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതിനെ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് കൊടുക്കും? ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. ദ മൗണ്ടെയിൻ പീക്ക് വാസ് ബ്യൂട്ടിഫുള്ളി കവേർഡ്. കവർ എങ്ങനെയാ കവർ ചെയ്തത്? വളരെ നന്നായിട്ട്, ബ്യൂട്ടിഫുള്ളി, വളരെ ഭംഗിയായിട്ടാണ് കവർ ചെയ്തത് എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കൊടുത്തത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. ഇനി 43ാമത്തെ ചോദ്യം. അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമില്ല എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഫീലിംഗ് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയാം. അണ്ടർ ദ വെദർ സുഖമില്ല, സിക്കാണ്. സിക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കൊടുക്കട്ടെ. അടുത്തത് 44ാമത്തെ ചോദ്യം. വി വിൽ സ്റ്റേ ഇൻഡോർസ് ഡാഷ് ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. ഞങ്ങള് അകത്ത് നിൽക്കും. ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. ഏതുവരെ? ടിൽ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? അൺടിൽ. വരെ, ഒരു സാധനം വരെ ഞാൻ മറ്റേ സാധനം ചെയ്യുമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺടിൽ എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത് കേട്ടോ. We will stay indoors until it stops raining. While, although, because എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. യെസ്. ഇനി I rarely coffee in the morning, drinks, drinking, drink, to drink. Rarely എന്ന് പറഞ്ഞ സാധനം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവാ, ചെയ്യാറില്ല. ഞാൻ രാവിലെ കോഫി കുടിക്കാറില്ല എന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇങ്ങനെ റേലി, നെവർ എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാറില്ല, കുടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ഹാബിറ്റ് അല്ലേ? ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എണീക്കും, അതെന്റെ ഹാബിറ്റാ. ഞാൻ എന്നും 6 മണിക്ക് എണീക്കില്ല എന്ന് പറഞ്ഞാലും അത് ഹാബിറ്റ് തന്നെയല്ലേ? അപ്പൊ ഹാബിറ്റ് ആണ് ഇതെന്ന് മനസ്സിലായി. ഹാബിറ്റുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് എന്ന് പറയുന്നത് പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ്. പ്രസന്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ വേർബിന്റെ ഒന്നാമത്തെ രൂപം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഡ്രിങ്കിങ് എന്ന് കൊടുക്കണ്ട, ടു ഡ്രിങ്ക് എന്ന് കൊടുക്കണ്ട. ഇനി ഡ്രിങ്ക്സ് ഉണ്ട്, ഡ്രിങ്ക് ഉണ്ട്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വേർബാ കൊടുക്കുക. ഇവന്തോ അത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ നമ്മളൊരു സ്പെഷ്യൽ കേസ് ആക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് സിംഗുലർ വേർബ് കൊടുക്കാൻ പറ്റൂല, നമ്മൾ അതിന്റെ കൂടെ പ്ലൂറൽ വേർബാണ്. ഐ റിയലി ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ്, അതാണ് വരേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നിങ്ങളുടെ സെന്റൻസിൽ ഓൾവേസ്, ഓൾവേസ്, സംടൈംസ്, often, usually, never, hardly, scarcely പോലുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് ദ, അതൊരു ഹാബിറ്റ് ആയിട്ടാണ് അവിടെ കാണുന്നത്. ഹാബിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ പ്രസന്റ് കൊടുക്കുക കേട്ടോ. ഐ
ഓൾവേസ് അല്ലെങ്കിൽ ഷീ ഓൾവേസ് ഗോസ് ടു സ്കൂൾ. അവൾ എന്ന് സ്കൂളിൽ പോകും എന്ന് പറയാണ് കേട്ടോ. യെസ്. ഇനി അടുത്ത ചോദ്യം 146 ചോദ്യം. ദ ന്യൂ എംപ്ലോയി ഈസ് വെരി ഇൻഡ്യൂസിയാസ്റ്റിക് അബൌട്ട് ഹെർ വർക്ക്. അപ്പൊ പുതിയ എംപ്ലോയി ഭയങ്കര എന്താണ്, ഇൻഡ്യൂസിയാസ്റ്റിക് ആണ്, എന്നാൽ ഷീ ലാക്സ് എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞൊരു സാധനം പറഞ്ഞു, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാധനം പറയാൻ, കോൺട്രാസ്റ്റ് പറയാൻ, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് കൊടുക്കും? ബട്ട് ആ കൊടുക്കുക. ബട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺട്രാസ്റ്റ് പറയാണ്. സോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കാരണം പറയാണ് അല്ലെ. ഒരു റീസൺ പറയുന്നു, അല്ല കാരണമല്ല, അതിന്റെ റിസൾട്ട് പറയുന്നു. ഞാൻ ഇങ്ങനെ ആയത്, സോ അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാം കേട്ടോ. ഒരു കാരണം കൊണ്ട് സോ ഇത് സംഭവിച്ചു. ദെൻ ബിക്കോസ് കാരണം പറയാൻ ആൻഡ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാണ്. സോ അത് ഓർത്തിരിക്കും കേട്ടോ. ഇനി അടുത്തത്, ഇൻ ഹെർ പ്രസന്റേഷൻ ഹണി മാനേജ് ടു പുട്ട് അക്രോസ് ഹെർ പോയിന്റ്സ് വെരി വെൽ. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി, അതാണ് പുട്ട് അക്രോസ്. അപ്പൊ അതില് എന്തായിരിക്കും വരെ? കീപ് ഹെർ പോയിന്റ് ടു ഹെർ സെൽഫ്. അവൾക്ക് തന്നെ കീപ്പ് ചെയ്തു അല്ല. എക്സ്പ്രസ് ദ പോയിന്റ് ക്ലിയർലി അല്ലെ. ഹൈഡ് ഹെർ ഫീലിംഗ്സ്, കൺഫ്യൂസ് എവരി വൺ ആണോ? അല്ല. പുട്ട് അക്രോസ്, പുട്ട് വെക്കുന്നു, അക്രോസ് അപ്പുറത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ഓഡിയൻസിലേക്ക്. അപ്പൊ അതിനാണ് നമ്മൾ പുട്ട് അക്രോസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി, അതാണ്. ഇനി 148 ചോദ്യം. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 5 years. സിൻസ് ഉണ്ട്, ഫോർ ഉണ്ട്, ഇൻ ഉണ്ട്, ബൈ ഉണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സിൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്, ഫോർ എന്ന് പറയുന്ന സാധനമുണ്ട്. സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഏത് മുതലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ നമ്മൾ സംസാരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ. ഞാൻ ഇന്ന സ്ഥലത്ത് 2020 ജോയിൻ ചെയ്തത്. 2020 മുതൽ ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്. മുതൽ സിൻസ് 2000. 2020 മുതൽ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് 2025. അപ്പൊ 5 വർഷമായി അല്ലെ. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ, ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് വരെയുള്ള ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ 5 years. അപ്പൊ ഡ്യൂറേഷൻ പറയാ 5 years അല്ല അവിടെ കൊടുക്കേണ്ട, ഡ്യൂറേഷൻ. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് സിൻസും ഡ്യൂറേഷൻ പറയാൻ വേണ്ടിയിട്ട് 4 കൊടുക്കാറ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അങ്ങനെ ആവുമ്പോ ഇവിടെ നോക്കും നിങ്ങള്, ഷി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 5 years. 5 years എന്ന് 5 വർഷമായിട്ട്. 5 വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല പറയുന്നത്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 5 വർഷമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 5 years. ഇനി അടുത്ത ചോദ്യം 149 ചോദ്യം. റിയ സോൾവ് ദ കോംപ്ലക്സ് പസിൽ ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് സെയിങ് ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇടിയാണോ ചോദിച്ചത്? പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസി ആയിരുന്നു എന്നാണ്. ഇറ്റ് വാസ് വെരി ഈസി. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വെരി ഈസി എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പൊ ഇഡിയംസ് ഒക്കെ കോമൺ ആയിട്ട് വരുന്ന 11th hour ചോദിച്ചു നേരത്തെ ഉണ്ടോ, പീസ് ഓഫ് കേക്ക്. അങ്ങനെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ചോദിക്കുന്നില്ല. നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറെ ഇഡിയംസ് ഉണ്ട്. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, സ്പിൽ ദ ബീൻസ് അല്ലെ. അങ്ങനെയുള്ള കുറച്ച് ഇഡിയംസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള കുറച്ച് ഇഡിയംസുകൾ നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, ഹെർ വോയിസ് വാസ് ആസ് സോഫ്റ്റ് ആസ് സിൽക്ക്. ദിസ് സെന്റൻസ് കണ്ടെയ്ൻ an example of. നോക്കണ്ട നിങ്ങൾ, ആസ് സോഫ്റ്റ് ആസ് സിൽക്ക്. ഞാൻ നേരത്തെ ഒരു സാധനം പറഞ്ഞില്ലേ, ആസ് കൂൾ ആസ് എ ക്യൂകംബർ എന്ന് പറഞ്ഞു. അപ്പൊ ആസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സിമിലി എന്ന് വിളിക്കും. മെറ്റഫർ അങ്ങനെ ഇല്ലെങ്കിൽ, ഹൈപ്പർബോളി എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഐറണി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റൊന്നും ഉദ്ദേശിക്കും. അതിനെയാണ് നമ്മൾ ഐറണി എന്ന് വിളിക്കുന്നത് അല്ലെ. ഡോണ്ട് യു സീ ദ ഐറണി എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്രയായിരുന്നു ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിരുന്നു ആക്ച്വലി. അപ്പൊ കാറ്റഗറി നമ്മള് കൃത്യമായിട്ട്, കാറ്റഗറി 1 ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ കാറ്ററ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് സ്കോർ ചെയ്ത് ഇതാക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണമെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് Xylem ടീച്ചിങ് എക്സാംസിന്റെ ബാച്ചുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ക്വസ്റ്റ്യൻസും ക്ലാസ്സസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും യൂട്യൂബിൽ തന്നെ കാണാം. സോ താങ്ക് യു ഓൾ.